ഹോർമസ് കടലിടുക്കിലുണ്ടായ പുതിയ സൈനിക സംഘർഷങ്ങളെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടൺ DC-യിലെ ലിങ്കൺ മെമ്മോറിയൽ റിഫ്ലക്റ്റിംഗ് പൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും അമേരിക്കയുടെ പ്രത്യാക്രമണത്തെക്കുറിച്ചും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇറാന്റെ സൈനിക നീക്കങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത്. അവർ ഇന്ന് നമ്മോട് കളിക്കാൻ വന്നു, ഞങ്ങൾ അവരെ പാടെ തകർത്തു വിട്ടു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇറാന്റെ ആക്രമണം വെറും ഒരു കളി മാത്രമായിരുന്നുവെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അമേരിക്കയുടെ കരുത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്നും അവകാശപ്പെട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ നാവികസേനയുടെ ഡിസ്ട്രോയറുകൾക്ക് യാതൊരുവിധ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. ഹോർമസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 3 US കപ്പലുകൾ സുരക്ഷിതമായി അവിടെ നിന്നും പുറത്തു കടന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ തിരിച്ചടിച്ച അമേരിക്കൻ സേന ഇറാനിയൻ ആക്രമികൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ആക്രമണത്തിന് വന്നവർക്ക് വലിയ വില നൽകേണ്ടി വന്നുവെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അതേസമയം തന്നെ ഇറാനുമായി അമേരിക്ക ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന സൂചനയും ട്രംപ് മാധ്യമങ്ങൾക്ക് നൽകി. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്കുള്ള വാതിലുകൾ തുറന്നു കിടക്കുകയാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വെടിനിർത്തൽ നിലനിൽക്കുന്നുവെന്ന് പറയുന്നതും ചർച്ചകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തടയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാകാം. നേരത്തെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഇറാനെതിരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത ഇറാനിയൻ സമുദ്രയാനങ്ങളെ US സൈന്യം ആക്രമിച്ചതായി അദ്ദേഹം കുറിച്ചു. ഒരു സാധാരണ രാജ്യം തങ്ങളുടെ കപ്പലുകളെ സമാധാനപരമായി കടന്നു പോകാൻ അനുവദിക്കുമായിരുന്നുവെന്നും എന്നാൽ ഇറാൻ അങ്ങനെയല്ലെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ഇറാന്റെ ഭരണകൂടം യുക്തിരഹിതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ട്രംപിന്റെ ആരോപണം. ഇറാന്റെ നേതൃത്വത്തെ ഭ്രാന്തന്മാർ എന്നാണ് ട്രംപ് തന്റെ കുറിപ്പിൽ വിശേഷിപ്പിച്ചത്. അവർക്കൊരു ആണവായുധം ഉപയോഗിക്കാൻ അവസരം ലഭിച്ചാൽ യാതൊരു മടിയും കൂടാതെ അവർ അത് ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആണവ മോഹങ്ങൾ ലോകത്തിന് എത്രത്തോളം ഭീഷണിയാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം ഇതിലൂടെ ശ്രമിച്ചത്. ഹോർമസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രതികരണങ്ങൾ വരുന്നത്. ഇറാന്റെ ആക്രമണത്തിന് തക്കതായി മറുപടി നൽകാൻ അമേരിക്കൻ നാവികസേന സജ്ജമാണെന്ന് അദ്ദേഹം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഇറാന്റെ അവകാശവാദങ്ങൾ വെറും തള്ളലുകൾ മാത്രമാണെന്നും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഹോർമസ് കടലിടുക്കിലെ യുദ്ധസ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തന്ത്രപരമായ ഉത്തരവാദിത്തമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വെല്ലുവിളികളെ സൈനികമായി നേരിടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ട്രംപിന്റെ പക്ഷം. ട്രംപിന്റെ വാക്കുകൾ ഇറാന് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. അമേരിക്കയുടെ കരുത്തിനെ പരീക്ഷിക്കാൻ മുതിർന്നാൽ അത് വലിയ നാശത്തിലേക്ക് നയിക്കും. എങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നതിലൂടെ ഒരു സമവായത്തിനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ഇറാന്റെ തന്നെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ വിശദീകരണം. ഇറാന്റെ പ്രചരണ തന്ത്രങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അമേരിക്കൻ കപ്പലുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടില്ലെന്ന് പറയുന്നതിലൂടെ ലോകവിപണിയിലെ ആശങ്കകൾ കുറയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്കും ട്രംപ് ഇതിലൂടെ ഉറപ്പ് നൽകുന്നു. ഇറാന്റെ ഏത് പ്രകോപനത്തെയും നേരിടാൻ അമേരിക്കൻ സൈന്യത്തിന് ശേഷിയുണ്ടെന്ന് അദ്ദേഹം കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഇറാൻ ഒരു ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നത് തന്റെ ഭരണകൂടത്തിന്റെ മുൻഗണനയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ട്രംപിന്റെ ഈ പ്രസംഗം വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിലും ചർച്ചാ വിഷയമാകും. തന്റെ വിദേശ നയവും സൈനിക തീരുമാനങ്ങളും എത്രത്തോളം ശക്തമാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിലെ ഈ സംഭവം വരും ദിവസങ്ങളിൽ നയതന്ത്ര തലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. ട്രംപിന്റെ കടുത്ത പ്രസ്താവനകളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇറാൻ ഭ്രാന്തന്മാരാൽ നയിക്കപ്പെടുന്നു എന്ന ട്രംപിന്റെ പരാമർശം നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടിയേക്കാം. എന്നാൽ തന്റെ രാഷ്ട്രീയ ശൈലിയിൽ ഇത്തരം പ്രയോഗങ്ങൾ സാധാരണമാണെന്ന് അദ്ദേഹം ഇതിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ശത്രുക്കളെ കടുത്ത ഭാഷയിൽ നേരിടുന്നത് ട്രംപിന്റെ പതിവ് രീതിയാണ്. ഇത് ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണെന്ന് അനുമാനിക്കാം. കടലിലെ ഈ പോരാട്ടം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ കരുനീക്കമാണ്. അമേരിക്കയുടെ സ്വാധീനം മേഖലയിൽ കുറയ്ക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ അത് നിലനിർത്താൻ ട്രംപും ശ്രമിക്കുന്നുണ്ട്. രണ്ട് വൻ ശക്തികൾക്കിടയിലെ ഈ പോരാട്ടത്തിൽ ഹോർമുസ് കടലിടുക്ക് ഒരു പരീക്ഷണശാലയായി മാറുകയാണ്.
ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ കരാർ രൂപപ്പെടുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. യുദ്ധം ഒഴിവാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചാൽ അത് ട്രംപിന്റെ വലിയൊരു നേട്ടമായി മാറും. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായാൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകും. അമേരിക്കൻ നാവികസേനയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഈ സാഹചര്യം ട്രംപും ഉപയോഗിക്കുന്നുണ്ട്. സൈനിക ആധുനികവൽക്കരണത്തിനും പ്രതിരോധത്തിനും അദ്ദേഹം നൽകുന്ന പ്രാധാന്യം ഇതിലൂടെ വ്യക്തമാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയുടെയും ഇറാന്റെയും ഓരോ നീക്കവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത അവസാനിപ്പിക്കാൻ ഒരു സമഗ്രമായ കരാർ അനിവാര്യമാണ്. ട്രംപ് ആവശ്യപ്പെടുന്ന ഈ പുതിയ ഡീൽ ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ പരീക്ഷണങ്ങളെയും നിയന്ത്രിക്കുന്നതാകുമോ എന്ന് കണ്ടറിയണം. ഹോർമസ് കടലിടുക്കിലെ സംഘർഷത്തിൽ അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ പ്രകോപനങ്ങളെ ശക്തമായി നേരിടുമെന്നും എന്നാൽ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. ലോകം യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ പോരാട്ടം സമാധാനപരമായ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുമെന്ന് പ്രത്യാശിക്കാം.